നിങ്ങളില്ലാത്ത ഒരു ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മലയാളികൾക്ക്? കുറവാണെന്ന് തോന്നുന്നു. എന്തുണ്ട് പുത്തൻ വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു. കേദാർ സുഖമായിട്ടിരിക്കുന്നോ? കേദാർ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്റെ പുതിയ അപ്ഡേറ്റ്സ് എന്താ? പുതിയ പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തോന്നൊരു ന്യൂസ് ഞാൻ കേട്ടു. പുതിയ ഇപ്പം മറ്റേ ഇത് ഇറങ്ങിയതാണ് പുതിയ വിശേഷം. ശ്രീ മറന്നു കൂട്ടോ, അതുകൊണ്ട് ഞാൻ അതെ വെബ് സീരീസ് അതാണ് ഇപ്പോഴുള്ള വിശേഷം. പിന്നെ 1-2 പ്രോജക്റ്റുകൾ ആവുന്നേ ഉള്ളൂ. ഇപ്പൊ പറയണ്ട. പക്ഷെ ആ രഹസ്യം എനിക്കറിയാം. ഞാനിതെല്ലാം നേരത്തെ പഠിച്ചു വെച്ചു. അപ്പം നിങ്ങളെ കാണുമ്പോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യത്തിനെ പറ്റി ആയിരിക്കും. അത് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സംസാരിച്ചു. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ കാണുമ്പോ ഒരാൾ പോലും ഈ കേസിനെ പറ്റി ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ അടുത്ത് ആരും ഇതുവരെ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ കാര്യം അത് അന്ന് ന്യൂസിൽ വരുമ്പോ തന്നെ നമ്മളെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളത്. അത് പിന്നെന്താ വെച്ചാൽ അപ്പൊ നമ്മൾ തീരുമാനിച്ചു അതിനെ ഉറപ്പായിട്ടും നിയമപരമായിട്ട് തന്നെ നേരിടും എന്നുള്ളത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല. അതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ദുഃഖം എനിക്കുണ്ട്. അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു എന്തായാലും ഒരു നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ ഒരു മൂമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ്. കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത്. എന്ത് പറഞ്ഞവർ നിർത്തും? എങ്ങനെ നിർത്താൻ പറ്റും? ഒരിക്കലും അവിടെ ഇപ്പം ഇവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത്. ഒരു പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ്. അത്രയും മനുഷ്യർ അവിടെ സാക്ഷികളായി നിൽക്കുകയല്ലേ. അവരെ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിയമം അതിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ജയിച്ചിരിക്കും. അത് അന്നും നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളുടെ അഡ്വക്കേറ്റ്. അപ്പം അതിലും എനിക്ക് 100% വിശ്വാസമാണ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പം തിരിച്ച് ഞാനതിൻ്റെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ബാലേന്ദ്ര മേനോന്റെ കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തിരിച്ചു വരും. ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു സ്ത്രീയാണ്. എനിക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ്. അത് സത്യമായിരിക്കണം. അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറയണം, അവർ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ. ഇനി നമ്മൾ പിന്നോട്ടില്ല. ഇതിന്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും. അതിന് പിന്നെ നമുക്ക് തിരിച്ചെന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട്. അല്ലാതെ ഇവരെ പോലെ അങ്ങനത്തെ വാക്കുകൾ പറയാൻ നമുക്ക് പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ഇവരെ പോലത്തെ ഊച്ചാളത്തരം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സംസ്കാരം അതല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.